ദേ ഇതൊരു നല്ല ചാൻസാ. ഈ ചാൻസ് മുതലാക്കിയില്ലെങ്കിൽ പണം തിരികെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിലേ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും. ഈ ചാൻസ് ഞാൻ വിടില്ല. ആ ഓക്കെ. ആ ഓക്കെ. വർഷയ്ക്ക് ഇഷ്ടമുള്ള എന്തും ഞാൻ കഴിക്കും. രാവിലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. എന്നിട്ട് ആദ്യം എക്സസൈസ്. എല്ലാം വർഷ പറയും പോലെ. ആ വർഷേ, ജഗനൊന്ന് വിളിച്ചിട്ട് 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയണം. ഇന്നലെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്നാലത് മറക്കാതെ ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ വിളിക്കാം. സാർ, ക്യാമറകളെല്ലാം ഞാൻ അഴിച്ചു മാറ്റി. എല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചോ. ഏതെങ്കിലും ആക്രി കറിയും എടുത്തു കൊടുക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. എന്താ മനോജ്, വലിയ ആലോചനയിലാണല്ലോ. നീ എന്താ കവിത എഴുതാൻ വല്ല പരിപാടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേണ്ട കേട്ടോ. പ്രണയിക്കുന്ന കാലത്ത് നീ എഴുതി തന്ന കവിത വായിച്ചതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അന്ന് മുതൽ ഞാൻ കവിത വെറുത്തു. ജീവിതത്തിന്റെ നല്ലൊരു അധ്യായം എഴുതാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ കവിത എഴുതുന്നത്? എന്റെ റോമിക്ക് ഇതെന്തു പറ്റി? അത് സെന്റി ആണല്ലോ. അത്രയ്ക്ക് എങ്ങടെ എസ്പാവാൻ എന്താ കാരണം? ചെസ്മേറ്റ് ഇന്റർനാഷണൽ കമ്പനിയിൽ ഇന്ന ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. 500 പേര് ആപ്ലിക്കേഷൻ അയച്ചതിൽ ആകെ 5 പേരെ 1ാം ഘട്ട ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. എന്നിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നേ? എടാ, എത്ര മണിക്ക് ഇന്റർവ്യൂ? 10:30. നീ വേഗം പോയി റെഡിയാവ്. അത് എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഹരിതേ. എന്താ മനോജ് ഇത്? പൈസ എന്റെ കയ്യിലില്ലേ, ഞാൻ തരാം. നീ പെട്ടെന്ന് പോയി റെഡിയാവ്. എടാ, എന്താടാ ഇത്? നീ വേഗം റെഡിയാവ്. എടാ, നിനക്ക് ശമ്പളം കിട്ടുമ്പോ നീ ഇതിന്റെ പലിശ ചേർത്ത് എനിക്ക് തന്നാ മതി. അത്രയ്ക്ക് വലിയ അഭിമാനിയാണെങ്കിൽ ഒരു ക്ലാസ്മേറ്റിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിന്ന് കൂട്ടിക്കോ. അല്ലെങ്കിലും നമ്മളെ ക്ലാസ്മേറ്റ്സ് തന്നെ ആണല്ലോ. ആഹാ, സുന്ദരനായിട്ടുണ്ടല്ലോ. പോയിട്ട് വരട്ടെ. പോയി ഇന്റർവ്യൂ പാസ്സായിട്ട് വാ. ഇത്രയ്ക്ക് സ്മാർട്ടും സുന്ദരനുമായ മനോജിനെ ഇന്റർവ്യൂ ചെയ്താ ആരാ സെലക്ട് ചെയ്യാത്തത്? പോരാത്തതിന് മുഖത്തൊരു കൃത്രിമ വിനിയോ ഇങ്ങനെ തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുവല്ലേ. പോയിട്ട് വരാം. പോയിട്ടോ. ആ, നീ എങ്ങോട്ടാ? പ്രകാശേട്ടൻ നേരത്തെ ആണല്ലോ. കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? നിന്നോട് ആര് പറഞ്ഞു എന്റെ കമ്പനിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്? സുചിത്രയെടുത്ത് ഈ ഹരിതയോട് പറയുന്ന കേട്ടായിരുന്നു. എന്തോ സസ്പെൻഷനോ ഡിസ്മിസലിനോ അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ എന്താ അവസ്ഥ? അതൊക്കെ എപ്പോഴേ പരിഹരിച്ചു.
എത്ര വലിയ പ്രതിസന്ധിയും മറികടക്കാനേ ഈ പ്രകാശിന് കഴിയുമെന്ന് നിനക്കറിയില്ലേ? അതുപോട്ടെ, നീ ഇതെങ്ങോട്ടാ? എക്സിക്യൂട്ടീവ് വേഷത്തിലാണോടാ വാർക്കപ്പണിക്ക് പോകുന്നത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സില്ലേ പ്രകാശേട്ടാ? ഇപ്പൊ ഞാൻ പോകുന്നത് വാർക്കപ്പണിക്കല്ല, ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിനാ. കമ്പനിയിൽ ഇന്റർവ്യൂ? ഏത് കമ്പനിയിൽ? ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചെസ്റ്റ്മേറ്റ് ഇന്റർനാഷണൽ കമ്പനിയിലാ. 500ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചതില് 5 പേര് സെലക്ട് ആയിട്ടാ എന്നെ വിളിച്ചത്. ഒരുവിധ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കിട്ടാതൊന്നും ഇരിക്കില്ല. പ്രകാശേട്ടന് അനുഗ്രഹം വേണം. എത്ര മണിക്ക് നിന്റെ ഇന്റർവ്യൂ? 10:30. ഓ, ഈ കമ്പനിയുടെ പേര് ഒന്നുകൂടി പറഞ്ഞേ. എന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടോന്ന് അറിയാനാ. അത് നിനക്ക് ഇന്റർവ്യൂവിന് ഒരു സഹായാവൂല്ലോ. ചെസ്റ്റ്മേറ്റ് ഇന്റർനാഷണൽ ഫേസ് 2. നീയേ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നത്? അയ്യോ ഇല്ലേട്ടാ, ഞാനതങ്ങ് മറന്നുപോയി. ആ, നീ ഒരു കാര്യം ചെയ്യ്. നീ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ 1-2 പേരെ വിളിച്ചു നോക്കാം. അവർക്ക് വല്ല പരിചയം ഉണ്ടോന്ന് അറിയാലോ. മാത്രമല്ല, ഞാനും ആ വഴിക്കാ പോകുന്നത്. നിന്നെ ഞാൻ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് ഇറക്കിയേക്കാം. താങ്ക്സ് ഏട്ടാ, ഞാൻ ദേ വരുന്നേ. ഓ, ഇവനീ ജോലി കിട്ടാൻ പാടില്ല. കിട്ടിയാല് ഹരിതയും ഇവനെയും തമ്മിൽ പിരിക്കാൻ പറ്റൂല. ആ പറഞ്ഞോ പ്രകാശ. കമ്പനിയുടെ പേരറിയാലോ, ചെസ്റ്റ്മേറ്റ് ഇന്റർനാഷണൽ ഫേസ് 2. ഒരു 10:30 ചെന്നാ മതി. ഓ, പണം അവന്റെ കയ്യിൽ ആവശ്യം പോലെയുണ്ട്. മനഃപൂർവ്വം അവൻ തരാത്തതാ. ഓഹോ, ഇന്റർവ്യൂ ആണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ചോദിച്ചാലേ അവൻ പണം തരൂ. അവൻ പണം വാങ്ങിയ തിരികെ തരാത്തവനാണെന്നേ എല്ലാവരും കേൾക്കെ വിളിച്ച് പറയണം. അത് ഞാൻ ഏറ്റു. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിച്ച പണമല്ലേ? ധൈര്യമായിട്ട് അവനെ പിടിച്ചു നിർത്തി വാങ്ങിച്ചോടെ നിങ്ങൾക്ക്. അത് ഉറപ്പായിട്ട് ഞാൻ വാങ്ങിക്കും. ഇതൊരു നല്ല ചാൻസാ. ഈ ചാൻസ് മുതലാക്കിയില്ലെങ്കിൽ പണം തിരികെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിലേ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും. ഈ ചാൻസ് ഞാൻ വിടില്ല. ആ, ഓക്കെ. ആ, ഓക്കെ.